അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ചില വാക്യങ്ങളാണ് നാം കേട്ടത്. വേർപാടിൻ്റെ ദുഃഖം സഹിക്കുവാൻ വളരെ പ്രയാസമാണ്. കണ്ടു നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ അത്രയും ദുഃഖമുണ്ടാകണമെന്നില്ല. എന്നാൽ തൻ്റെ മകനോ മകളോ ഭർത്താവോ മാതാവോ ഭാര്യയോ പിതാവോ മരണം മൂലം മാറ്റപ്പെട്ടാൽ അവരുടെ ഹൃദയവേദന വലിയതായിരിക്കും. സഹായത്തിന് സ്വന്തം ഭവനത്തിൽ ഉള്ള ഏക ആശ്രയം ആയിരിക്കുന്ന വ്യക്തികൾ മരണം മൂലം മാറ്റപ്പെട്ടാൽ ഹൃദയവേദന കൊണ്ട് കണ്ണിൽ ഇരുട്ട് കയറുന്ന അനുഭവമായിരിക്കും. മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വന്നത് ഇപ്രകാരമാണ്: സ്വന്തം മകൻ്റെ ക്രൂര പീഡന നിമിത്തം പൊറുതിയില്ലാതായ ഒരു മാതാവ്. മദ്യം കഴിച്ച് സുബോധമില്ലാതെ ആണ് ആ മകൻ തൻ്റെ മാതാവിനെ ഇടിക്കുന്നത്. സഹിക്കുവാൻ പറ്റാത്ത പീഡന മുറകളാണ് മദ്യലഹരിയിൽ തൻ്റെ മാതാവിനോട്, അതും വിധവയും മറ്റു മക്കൾ ആരും ഇല്ലാത്ത പ്രായമായതുമായ മാതാവിനോട് ആ മകൻ ചെയ്തുകൊണ്ടിരുന്നത്. മർദ്ദനമേറ്റ് നിലവിളിച്ചാലും പോലീസിൽ പരാതി കൊടുക്കുകയില്ല. എന്നാൽ നാട്ടുകാർ ഈ മാതാവിൻ്റെ നിലവിളി സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് ഈ മകനെ പോലീസുകാർ വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ തൻ്റെ കൊച്ചു വീടിൻ്റെ ഉമ്മരപ്പടിയിൽ ഇരുന്നു കൊണ്ട് ബലം ക്ഷയിച്ചവളും വിധവയും വളരെ പ്രായം ചെന്നവളുമായ ആ മാതാവ് പോലീസുകാരോട് പറഞ്ഞത് കരളലിയിക്കുന്ന വാക്കുകളായിരുന്നു: എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ സാറേ, എനിക്ക് ആരും ഇല്ലാത്തതാണ്. ആ മാതാവിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. അന്ന് യേശുവിൻ്റെ യാത്ര നയിൻ എന്ന പട്ടണത്തിലേക്കായിരുന്നു. യേശു എവിടെ പോകുന്നോ അവനോട് കൂടെ ശിഷ്യന്മാർ പോകും. അവൻ എന്തിനു പോകുന്നു എന്ന കാര്യം അവിടെ ചെന്ന് ചില സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ശിഷ്യന്മാർ തിരിച്ചറിയുന്നത്. ചില കാര്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരെ മുൻപ് കൂട്ടി അറിയിക്കാറുണ്ട്. നയിൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരും വളരെ പുരുഷാരവും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. പട്ടണവാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ തൻ്റെ അമ്മയുടെ ഏകജാതനായ മകൻ ആയിരുന്നു. അവൻ്റെ അമ്മ വിധവയുമായിരുന്നു. യേശു അവളെ കണ്ടു. ഡെഡ് ബോഡിയോ അത് ചുമക്കുന്നവരെയോ ആ മരിച്ച മനുഷ്യൻ്റെ പിന്നാലെ വരുന്ന ആൾക്കൂട്ടത്തെയോ കർത്താവ് ശ്രദ്ധിച്ചില്ല. തൻ്റെ ഏകാശ്രയമായിരിക്കുന്ന മകൻ്റെ മരണത്തിൽ ഉള്ളം തകർന്ന് കരയുന്ന മാതാവിനെ യേശു കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദവും കണ്ണുനീരുമാണ് അവളെ കാണുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, നമുക്ക് സ്നേഹവാനായ ഒരു കർത്താവുണ്ട്. സഹായമില്ലാതെ ഇനി താൻ എങ്ങനെ ജീവിക്കും എന്ന ചിന്തയോടെ കരഞ്ഞുകൊണ്ട് തൻ്റെ മകൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ നടന്നിരുന്ന വിധവയെ കണ്ടവനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെയും കാണും. അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു എന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ, ഹൃദയം നൊന്ത് കരയുന്നത് കാണുമ്പോൾ മനസ്സലിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് അവനിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം, അനുസരിക്കാം. ആശ്രയിക്കുന്നവർ ഉപേക്ഷിക്കാത്തവനും കരയുന്നവരോട് കരയേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ വിധവയ്ക്ക് യേശുവിന് ഇതിനു മുമ്പ് പരിചയം ഇല്ല. ആ വിധവ യേശുവിനോട് എന്തെങ്കിലും സഹായം ചോദിച്ചതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും യേശു അവളെ സഹായിക്കുവാൻ അവരുടെ അടുക്കൽ ചെന്നു. എന്തുകൊണ്ട്? അതെ, അവൻ അവളുടെയും കർത്താവും രക്ഷിതാവുമാണ്. അനാഥന്മാർക്ക് പിതാവും വിധവന്മാർക്ക് ന്യായപാലകനുമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് വിധവ ആവശ്യപ്പെടാതെ അവളെ സഹായിക്കുവാൻ അവളുടെ അടുത്ത് യേശു ചെന്നത്. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു.
ആ വിധവ അത് കേട്ടപ്പോൾ എന്ത് ചിന്തിച്ചു കാണുമെന്നൊന്നും നമുക്കറിയില്ല. യേശു കരയേണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അവനൊരു പ്രവൃത്തി അവിടെ ചെയ്യുക തന്നെ ചെയ്യും. സെമിത്തേരിയിൽ മരിച്ച മനുഷ്യൻ്റെ ഡെഡ് ബോഡി വരുന്നതും കാത്ത് ചിലർ നിൽക്കുന്നുണ്ട്. ഡെഡ് ബോഡി കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടിയാലേ അവരുടെ കൂലി ലഭിക്കുകയുള്ളൂ. മരിച്ചയാളുടെ ശരീരം ചുമക്കുന്നവർ അക്ഷമരാണ്, കാരണം നല്ല ഭാരം ആ ശവശരീരത്തിനുണ്ട്. ഈ പറഞ്ഞ രണ്ട് കൂട്ടർക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഡെഡ് ബോഡി കുഴിയുടെ അടുക്കൽ എത്തിക്കുകയും കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടുകയും ചെയ്യുക എന്നതാണത്. എന്നാൽ വിധവയായ ആ സാധു മാതാവിന് അങ്ങനെയല്ലല്ലോ. ഏതാനും നിമിഷം കഴിഞ്ഞാൽ തൻ്റെ സഹായിയും ആശ്രയവുമായ തൻ്റെ മകൻ്റെ ശരീരം കുഴിയിൽ വയ്ക്കും. തൻ്റെ എല്ലാ പ്രതീക്ഷകളെയും കുഴിയിൽ വയ്ക്കുവാൻ പോവുകയാണ്. സെമിത്തേരി അടുക്കും തോറും ചുമക്കുന്നവർക്ക് ആശ്വാസമാണ്, എന്നാൽ വിധവയ്ക്ക് സങ്കടം കൂടുകയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് യാദൃശ്യം എന്ന് തോന്നിയാലും യേശു നയിൻ പട്ടണത്തിൽ പോകുവാൻ തീരുമാനിച്ചത് ഈ വിധവയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിധവയോട് കരയേണ്ട എന്ന് പറഞ്ഞ യേശു മഞ്ചം തൊടുകയും ചുമക്കുന്നവർ നിൽക്കുകയും ചെയ്തു. അപ്പോഴും ചുമക്കുന്നവർക്കത് പ്രതിസന്ധിയായി തീർന്നു. വിധവയ്ക്ക് അപ്പോഴും കരച്ചിലാണ്. എന്നാൽ ആ വിധവയെയും ചുമക്കുന്നവരെയും ഡെഡ് ബോഡിയെ അനുഗമിച്ച് വന്നവരെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ കൂടെ ചെന്നിരുന്നവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യേശു പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൻ പറഞ്ഞപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവനെ തൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ വിധവയുടെ മകനെ അടക്കുവാൻ കുത്തിയ കുഴി ഡെഡ് ബോഡി വയ്ക്കാതെ തന്നെ മൂടേണ്ടി വന്നു. അവനെ ചുമന്നിരുന്നവരെ അവിടെ വെച്ച് തന്നെ യേശു തിരിച്ചയച്ചു. അവിടെ വരെ കരഞ്ഞു വന്ന വിധവയെ മരിച്ച തൻ്റെ സ്വന്തം മകൻ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വരെ ശവമഞ്ചത്തിൽ വന്നവൻ യേശുവിൻ്റെ ശബ്ദത്തെങ്കിൽ ജീവനുള്ളവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണോ? ഇല്ല, ഒന്നും തീർന്നിട്ടില്ല. യേശു നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്നവനല്ല. നയിൻ പട്ടണത്തിലെ വിധവ യേശുവിനെ അറിയാതിരുന്നിട്ട് പോലും യേശു അവളുടെ ഹൃദയത്തിൻ്റെ വ്യസനവും വ്യതയും നാളെയെക്കുറിച്ചുള്ള ചിന്താകുലവും ഭവനത്തിൻ്റെ ശൂന്യതയും മാറ്റിയെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ പ്രശ്നത്തിന്മേൽ കർത്താവായ യേശു ക്രിസ്തു എത്ര അധികം ശ്രദ്ധയുള്ളവനാണ്. വിശ്വസിച്ചാൽ മാത്രം മതി, അവൻ പ്രവർത്തിക്കും. കാത്തിരുന്നാൽ മാത്രം മതി, അവൻ്റെ മഹത്വം അവൻ നമ്മെ കാണിക്കും. ഏതാനും നിമിഷം കഴിഞ്ഞാൽ നമ്മുടെ സകല നന്മകളും കുഴിയിലാക്കുമെന്ന് പറഞ്ഞ് ജയഭേരി മുഴക്കുന്ന സാത്താനോട് നമുക്ക് പറയാം, എൻ്റെ യേശു എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്നവനാണെന്ന്. എന്നാൽ സാത്താൻ ലജ്ജിച്ചു പോകുന്നതും നമ്മുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം നിറയുന്നതും നമുക്ക് അനുഭവിച്ച് സന്തോഷിക്കുവാൻ കഴിയും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, വിധവയെ കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പോറ്റി പുലർത്തുന്നവനും സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ളവനുമാണ്. അതുകൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്നതും കർത്തൃത്വം നടത്തുന്നതും കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഉറപ്പ് വരുത്തി നാം ജീവിക്കണം. ആ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. എന്നാൽ നിശ്ചയമായും നമ്മുടെ സങ്കടവേളയിൽ ആരും നമ്മെ സഹായിക്കാനില്ലാതെ നാം ഏകാന്തതയിൽ ആണെങ്കിലും കാർമേഘം നീങ്ങി തെളിഞ്ഞ ആകാശം കാണുന്നത് പോലെ ആശ്വാസത്തിൻ്റെയും ദൈവിക സമാധാനത്തിൻ്റെയും ഒരു കുളിർക്കാറ്റ് നമ്മുടെ ഹൃദയത്തിൽ അവൻ വീശാതിരിക്കുകയില്ല. ആകയാൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാം, നിത്യജീവനെ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വേർപാടിൻ്റെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ. ദുഷ്ടൻ കാണാതെ വണ്ണം മകളുടെ മക്കളെ ചെറുകടിയിൽ മറയ്ക്കണമേ. പ്രത്യാശയാൽ അവരെ നിറയ്ക്കണമേ. വാർദ്ധക്യം മൂലം ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാനിടവരാതെ സഹായിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനവും കൊടുക്കണമേ. വിവാഹപ്രായമായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തക്കതായ തുണകളെ കൊടുക്കണമേ. ആരും വഞ്ചിക്കപ്പെടുവാനിടവരാതെ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.